നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ ശുഭ്മൻ ഗില്ലിനെ മാറ്റി സഞ്ജു സാംസണിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജുവിൻ്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഇനി ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വേൾഡ് കപ്പിൽ അവൻ പൊളിച്ചെടുക്കുമെന്ന് കരുതിയവരാണ് നമ്മൾ. പക്ഷേ അതല്ല സംഭവിച്ചത്. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ ഫോം അങ്ങ് മങ്ങിപ്പോയി. വേൾഡ് കപ്പിൽ ആദ്യ മത്സരങ്ങളിൽ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്ത്. എന്താണ് സഞ്ജുവിന് ഇങ്ങനെ? കയ്യെത്തും ദൂരത്തെത്തിയിട്ട് തട്ടിത്തെറിപ്പിക്കപ്പെടുകയാണല്ലോ എന്ന് നിരാശപ്പെട്ടവരുണ്ട് നമ്മളിൽ പലരും. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ടീം ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ അവൻ തന്നെ വേണ്ടി വന്നു ടീമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അതാണ് നമ്മൾ പിന്നെ കണ്ടത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ അതിനിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തിലും സെമി ഫൈനൽ മത്സരത്തിലും ഫൈനൽ മത്സരത്തിലുമൊക്കെ അവൻ്റെ ബാറ്റിൽ നിന്ന് തീ തുപ്പിയപ്പോൾ എതിരാളികൾ ചാമ്പലായിപ്പോയി. ഈ ഒരു മടങ്ങി വരവ് എങ്ങനെ സാധിച്ചു? അതിനെക്കുറിച്ച് സഞ്ജു സാംസൺ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ. യെസ്, സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തെ സഹായിച്ച കഥ സഞ്ജു ഇന്നലെ പറഞ്ഞു. നമ്മളതൊന്ന് പൂർണ്ണമായിട്ട് പരിശോധിക്കുകയാണ്. സഞ്ജു പറയുന്നുണ്ട്, ടു ബി ഹോണസ്റ്റ്, സീനിയർ പ്ലെയേഴ്സിൽ നിന്ന് എനിക്കൊരുപാട് ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ഫോർമർ പ്ലെയേഴ്സ് ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നെ സഹായിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട്, ഫ്രം ദി ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്, എനിക്കതിവിടെ പറയാമെന്ന് തോന്നുന്നു, ഞാൻ സച്ചിൻ സാറുമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ പുറത്തിരിക്കുമ്പോൾ, അതായത് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 2025 ഒക്ടോബറിലാണെന്ന് തോന്നുന്നു, ആ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ സീരീസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ കളിക്കാതെ പുറത്തിരുന്ന ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു, എന്ത് തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് ഇനി ആവശ്യം. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഞാൻ സച്ചിൻ സാറിനെ ബന്ധപ്പെട്ടു. ഒരു ഹ്യൂജ് കോൺവെർസേഷൻ അദ്ദേഹവുമായിട്ട് നടത്തി. ഇന്നലെ രാത്രി പോലും അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് എനിക്കെന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന്, അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഗൈഡൻസ് ലഭിക്കുക, ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ഗെയിം പ്രിപ്പറേഷൻ, അവെയർനെസ്, ഗെയിം സെൻസ്, തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട് എന്നുകൂടി സഞ്ജു സാംസൺ പറയുന്നു. അതാണ് പറഞ്ഞത്, ഒരു ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ പ്ലാനാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കണ്ടത്. സച്ചിനെ പോലെ ഒരാളുടെ വലിയ സഹായം ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് കളിക്കളത്തിൽ മിന്നിക്കത്തുന്നു. ഇപ്പോൾ സച്ചിൻ ആരാധകരൊക്കെ പറയുന്നു, അദ്ദേഹം വിരമിച്ചിട്ട് വർഷങ്ങളായിട്ട്, പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ സച്ചിൻ ഇതാ ടീം ഇന്ത്യയെ വിജയിപ്പിക്കുന്നു. യെസ്, സച്ചിനാണ് സഞ്ജു സാംസണിന് ഗൈഡൻസ് കൊടുത്തത്. നോക്കുക, ആ ഒരു ഗൈഡൻസിൻ്റെ പ്രതിഫലനം കളിക്കളത്തിൽ നമ്മൾ കണ്ടു. 97 നോട്ട് ഔട്ട്, 289 സ്കോറുകൾ, 321 റൺസ് അദ്ദേഹം അടിച്ചു. പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി. 199.37 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചതെന്ന കാര്യം കൂടി നോക്കുക. അതിൽ സഞ്ജു പറയുന്നുണ്ട്, ന്യൂസിലാൻഡ് സീരീസ് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആകെ തകർന്നിരുന്നു. ഐ വാസ് റോക്ക്. ഐ വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഐ ഫെൽറ്റ് ലൈക്ക് മൈ ഡ്രീംസ് ഹാഡ് ഷാറ്റേർഡ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി, ഛിന്ന ഭിന്നമായി പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ദൈവത്തിന് വ്യത്യസ്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ക്രൂഷ്യൽ ഗെയിമിൽ അദ്ദേഹം തിരികെ വരുന്നു. നമ്മൾ കണ്ടതാണ് വെർച്വൽ ക്വാർട്ടർ ഫൈനൽ എന്ന് നമ്മൾ വിളിച്ച വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക പ്രകടനം നമ്മൾ കണ്ടില്ലേ? അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. പലരും കൃത്യമായിട്ട് പറയുന്നുണ്ട്, സഞ്ജു സാംസൺ എന്ന വ്യക്തി വെറും ഒരു കളിക്കാരൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആരാധകർക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം പരാജയപ്പെട്ട് പ്രതീക്ഷകളറ്റു എന്ന് തോന്നുമ്പോൾ പോലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകും. സഞ്ജു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഡ്രീം ചെയ്യാനുള്ള ആ ഒരു ബ്രേവ്നെസ്, ആ ഒരു ധൈര്യമുള്ളതിൻ്റെ റിവാർഡാണ് ലഭിച്ചതെന്ന്. എല്ലാ തിരിച്ചടികൾക്കിടയിലും സ്വപ്നം കാണുന്നത് തുടരുക, അതിനായി പ്രവർത്തിക്കുക, വിജയം നമ്മുടെ കൂടെ വരും എന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായ തെളിവാണ് സഞ്ജു സാംസണിൻ്റെ ഈ സ്റ്റോറി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.